അവൾ പെട്ടെന്ന് ഞെട്ടി. പിന്നെ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പ്രിയയുടെ കണ്ണുകൾ അവരുടെ ഇരുവരുടെയും കൈകളിലേക്ക് നീണ്ടു. അവനവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ്, അവിടെ നിന്നും പോകേണ്ട എന്നുള്ള രീതിയിൽ. അത് കണ്ടതും പ്രിയയുടെ ദേഷ്യം ഇരട്ടിച്ചു. നിനക്കെന്താ പറയാനുള്ളത്? അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്ക് പറയാനുള്ളത് ആദിയേട്ടനോട് മാത്രമാണ്. അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി പേടിപ്പിച്ചതിന് ശേഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇവൾ എൻ്റെ സെക്രട്ടറിയാണ്. നിനക്ക് പറയാനുള്ളത് ഇവളും കൂടി അറിയുന്നതുകൊണ്ട് ഒരു പ്രശ്നവും. പറ, എന്താ നിനക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ളത്? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. അത് ഇവൾ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അവൾ ദേഷ്യത്തോടെ മറുപടി നൽകി. എങ്കിൽ നീ അത് പറയണ്ട. അത് കേട്ട് അവനും പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഇവളുടെ മുമ്പിൽ വെച്ച് തന്നെ പറയണമെന്ന്. ഏട്ടന് എന്താ ഇത്ര വാശി? ഇത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. പ്രിയ ദേഷ്യം കൊണ്ട് വിറച്ചു. നമ്മുടെ പേഴ്സണൽ കാര്യമോ? അതിന് നമുക്ക് മാത്രമായിട്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവൻ സംശയത്തോട് ചോദിച്ചു. എനിക്കുണ്ട്. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. വീട്ടിൽ എൻ്റെ അമ്മയോട് പറഞ്ഞ കാര്യമാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തു കഴിഞ്ഞു. എനിക്കതിന് താല്പര്യമില്ല. വീണ്ടും വീണ്ടും പറഞ്ഞു എന്ന് കരുതി എൻ്റെ മനസ്സിന് മാറാനും പോകുന്നില്ല. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ മുഖം കാണുന്നത് പോലും അവന് ഇഷ്ടമല്ലായിരുന്നു. അവളുടെ മുഖം കാണുമ്പോഴെല്ലാം അവൻ്റെ കൂട്ടുകാർ അവനോട് അവളെപ്പറ്റി പറഞ്ഞതായിരുന്നു അവൻ്റെ ഓർമ്മയിൽ വരുന്നത്. എങ്ങനെ താല്പര്യം കാണിക്കും? അതും പറഞ്ഞ് അവൾ ആമിയെ അടിമുടി ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ആമിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആദ്യേട്ടന് പെണ്ണിനോട് വെറുപ്പാണ്. ഇനി ആദ്യേട്ടൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി? ഇവൾക്ക് വേണ്ടിയിട്ടാണോ ഇവിടുത്തെ റൂളൊക്കെ മാറ്റി എഴുതിയത്? പ്രിയ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. മനസ്സിലായില്ല. അവൻ അവളെ നോക്കി പറഞ്ഞു. ഇവിടെ പെണ്ണുങ്ങൾക്ക് ജോലി കൊടുക്കില്ല എന്ന ഏട്ടൻ്റെ റൂളല്ലായിരുന്നോ? അങ്കിളത് മാറ്റി എഴുതി. എന്നിട്ടിപ്പോൾ എന്തായി? പെൺപിള്ളേരോട് വെറുപ്പുള്ള ഏട്ടൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരു പെണ്ണ് തന്നെ വന്നു. ഇപ്പതേ അവളുമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വെറുപ്പ് കാണിച്ചിട്ട് ഇതായിരുന്നോ ഇവിടെ പരിപാടി? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ഇടയ്ക്ക് ആമയും ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും നോക്കുന്നുണ്ട്. അതിനാദ്യം ഒന്നും മിണ്ടിയില്ല. അവൾ അവരെ രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കിയതിന് ശേഷം അവിടെ നിന്നും പോയി. സാർ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്? അവൾ പോയതും ആമി സംശയത്തോടെ അവനോട് ചോദിച്ചു. അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. നീയുള്ളപ്പോൾ അവളത് പറയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ അവളെ നോക്കി പറഞ്ഞു. ഞാനെന്താ നിങ്ങളുടെ പാവയാണോ? ആമി ദേഷ്യത്തോട് ചോദിച്ചു. ഷ്. അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറയുന്നത് അനുസരിക്കാനാണ് നിനക്ക് ശമ്പളം തന്നിവിടെ നിർത്തിയിരിക്കുന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നിങ്ങൾ പറയുന്നത് എന്തും അങ്ങനെ ചെയ്യാൻ എനിക്ക് കഴിയില്ല. അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു, അവളെ പരിഹസിക്കുന്നത് പോലെ. ഇപ്പം ഇവിടെ നടന്നതൊന്നും നിന്നോടുള്ള ദേഷ്യം മാറിയിട്ടൊന്നും അല്ല. അവളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. അവളെ പുച്ഛിക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സാർ എന്തിനാ എന്നെങ്കിലും ഉപദ്രവിക്കുന്നത്? അതിന് മാത്രം തെറ്റൊന്നും ഞാൻ നിങ്ങളോട് ചെയ്തിട്ടില്ല. നിങ്ങളെ ചതിച്ചിട്ട് പോയ പെണ്ണിനോട് പോലും നിങ്ങൾക്ക് ഇത്രയും വെറുപ്പ് കാണിക്കുന്നുണ്ടോ? എല്ലാം കൊണ്ടും ദേഷ്യം വന്നവൾ പൊട്ടിത്തെറിച്ചു. വായിൽ വന്നത് പറഞ്ഞു പോയപ്പോഴാണ് എന്താണ് പറഞ്ഞതെന്നുള്ള ബോധ്യം അവൾക്ക് വന്നത്. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കാണുന്നത് തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന ആദിയാണ്. നീ എന്താ ഇപ്പം പറഞ്ഞത്? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അത് പിന്നെ സർ, അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. നിന്നോട് ഞാനാണ് ചോദിച്ചത് ആമിയ. നീ ഇപ്പം എന്താ പറഞ്ഞതെന്ന് ഒന്നുകൂടി പറയടി. അവൻ ദേഷ്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ഒരു നിമിഷം അവൾ ഞെട്ടി വിറച്ചു. അത് സർ, പിന്നെ എല്ലാവരും പറഞ്ഞു സാറിനെ ഏതോ പെണ്ണ് ചതിച്ചെന്ന്. അതുകൊണ്ടാണ് സാറിന് ദേഷ്യമെന്ന്. അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഗെറ്റ് ഔട്ട്. അതൊരു അലർച്ചയായിരുന്നു. അവൾ പേടിച്ചു ഞെട്ടി. പിന്നെ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവളുടെ അടുത്തു നിന്ന് മാറി അവൻ അവൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു. ദേഷ്യം മാത്രമായിരുന്നു അവൻ്റെ മുഖത്ത്. അവൾ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവരുടെ അടുത്തു നിന്നും പ്രിയ നേരെ പോയത് അവളുടെ അച്ഛൻ്റെ അടുത്തേക്കായിരുന്നു. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു, മുഖത്താകെ ദേഷ്യഭാവം. അവൾ ദേഷ്യത്തോടെ വന്ന് അയാളുടെ അടുത്തേക്കിരുന്നു. പ്രിയ, അയാൾ സംശയത്തോടെ വിളിച്ചു. അച്ഛാ, എനിക്ക് ആദ്യേട്ടനെ വേണം. ആദ്യേട്ടനെ അല്ലാതെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല. അച്ഛൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. ആദ്യേട്ടൻ എൻ്റേതായിരിക്കണം. അവൾ ദേഷ്യത്തോടെയും വാശിയോടെയും അയാളോട് പറഞ്ഞു. മോളെ, ടെൻഷനാകാതെ. എന്താ ഉണ്ടായത്? നീ അവനെ കണ്ടോ? അവനെന്താ പറഞ്ഞത്? അയാൾ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവിടേക്ക് പോയത് അവനെയും കൂടെ ആമിയെ കണ്ട കാര്യവും ഒക്കെ അയാളോട് പറഞ്ഞു. മോളെ, ഇതൊക്കെ തന്നെയല്ലേ നീ പ്രതീക്ഷിച്ചതും? അയാൾ സംശയത്തോട് ചോദിച്ചു. ആണച്ചാ, പക്ഷേ ഇതിനിടയിൽ അവൾ ആദ്യേട്ടൻ്റെ സെക്രട്ടറി ഞാൻ കണ്ടത് അതൊക്കെ എന്താ? അവൾ വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. മോള് സമാധാനമായിട്ടിരിക്കുക, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അയാൾ അവളെ സമാധാനിപ്പിച്ചു. എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു. അവൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ആണോ? അവരത് ചോദിച്ചതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി.
എന്നിട്ട് അവൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ചേട്ടാ, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ മോൾക്ക് എന്ത് കുറവുണ്ടായിട്ടാണ്? ഞാനാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അല്ല, ആരാണ് അവനെ മരുമകനായിട്ട് ആഗ്രഹിക്കാത്തത്? നമ്മുടെ ക്ലബ് മീറ്റിങ്ങിന് വരുന്ന പെൺമക്കളുള്ള എല്ലാവരുടെയും നോട്ടം അവനിലാണ്. അവൻ്റെ അമ്മയോട് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരും ആ കാര്യം അവതരിപ്പിക്കുന്നതുമുണ്ട്. പക്ഷേ അവൻ്റെ സ്വഭാവവും പെൺപിള്ളേരോടുള്ള വെറുപ്പും കാരണം അവരതിന് താല്പര്യം കാണിക്കാറില്ല. പ്രിയമോള് കണ്ടതുപോലെ ആ വന്ന് കയറിയ സെക്രട്ടറി എന്ന് പറയുന്ന പെണ്ണുമായിട്ട് അവൻ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് അവനെ നമ്മുടെ വലയിലാക്കണം. അവരും ദുരുദ്ദേശത്തോടു കൂടി അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അയാളെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തലയാട്ടി. ആ ദിവസം അവളുടെ മനസ്സ് മുഴുവൻ ആദിയുടെ മുഖമായിരുന്നു. താൻ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട അവൻ്റെ മുഖം. പിന്നീട് അങ്ങനെ പറയേണ്ടായിരുന്നു എന്ന് ഒരുപാട് തവണ മനസ്സിൽ തോന്നി. ദേഷ്യം വന്നപ്പോൾ പറഞ്ഞുപോയതാണ്. നഷ്ടപ്പെട്ടതിൻ്റെ വേദന അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ ഒരുപാട് സ്നേഹിച്ച ഇച്ചായനെ മരണം കീഴ്പ്പെടുത്തിയതുപോലെ അയാൾ സ്നേഹിച്ച പെൺകുട്ടിയെ ചതിയാണ് കീഴ്പ്പെടുത്തിയത്. അയാൾ അത്ര ആത്മാർത്ഥമായിട്ട് ആ പെൺകുട്ടിയെ സ്നേഹിച്ചതുകൊണ്ടല്ലേ പ്രണയത്തോടും പെൺകുട്ടികളോടും പോലും അയാൾക്ക് ഇത്രയും വെറുപ്പ് തോന്നിയത്. ഒരു തരത്തിൽ നോക്കിയാൽ ഞാനും അയാളും ഒരേ വാഹനത്തിലെ യാത്രക്കാരാണ്. രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളാണെങ്കിൽ പോലും അവൾ ഓരോന്നും ചിന്തിച്ചു കൊണ്ടിരുന്നു. ചേച്ചി എന്താ ചിന്തിച്ചു കൂട്ടുന്നത്? ഇന്ന് ഉറക്കമുളയ്ക്കാൻ തന്നെയാണോ തീരുമാനം? അവൾ ഉറങ്ങാതെ എന്തോ ആലോചനയോടെ ഇരിക്കുന്നത് കണ്ടതും സാന്ദ്ര സംശയത്തോടെ അവളോട് ചോദിച്ചു. എന്തോ ഉറക്കം വരുന്നില്ല, നീ കിടന്നോ? അവൾ സാൻഡ്രയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇന്ന് ആ ചേട്ടൻ വിളിച്ചില്ലല്ലോ? ഫെലിക്സിന്റെ വിളി വരാഞ്ഞതും സാൻഡ്ര സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ 1-2 തവണ വിളിച്ചായിരുന്നു, എടുത്തില്ല. വൈകിട്ട് വിളിച്ചപ്പോൾ താമസിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിരുന്നില്ലേ? ചിലപ്പോൾ ഇറങ്ങിക്കാണില്ല, അവൾ മറുപടി പറഞ്ഞു. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. 100 ആയുസാണ്. അതും പറഞ്ഞ് സാൻഡ്ര ഫോൺ എടുത്ത് അവൾക്ക് കൊടുത്തു. ഹലോ ഫെലിക്സ്, ആമി, നീ ഫ്രീ ആണോ? അതേടാ, എന്താ? അവൻ്റെ സൗണ്ട് വല്ലാതെ ഇരിക്കുന്നത് പോലെ തോന്നിയതും അവൾ ചോദിച്ചു. നമുക്കൊരു നൈറ്റ് വാക്കിന് പോയാലോ? അവൻ തിരികെ ചോദിച്ചു. പോകാം. എന്താ ഫെലിക്സ്, എന്തേലും പ്രശ്നം? ഒന്നുമില്ലടി, ചുമ്മാ നിന്നോട് കുറച്ച് നേരം സംസാരിക്കണമെന്ന് തോന്നി. നമുക്ക് കുറച്ച് നടക്കാം, മൈൻഡൊന്ന് റിലാക്സ് ആക്കാൻ. അവനും പറഞ്ഞു. പോകാം, ഞാൻ സാൻഡ്രയോട് പറഞ്ഞിട്ട് വരാം. അവളും പറഞ്ഞു. ഓക്കെ, ഞാൻ താഴെ കാണും. അവൻ പറഞ്ഞതും അവൾ മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. ചേട്ടനാണോ വിളിച്ചത്? അവൾ ഫോൺ വെച്ചതും സാന്ദ്ര സംശയത്തോട് ചോദിച്ചു. അതെ, നൈറ്റ് വാക്കിന് പോകാൻ വിളിച്ചതാ. ആമി അവളെ നോക്കി മറുപടി പറഞ്ഞു. ആ ചേട്ടന് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? എനിക്ക് തോന്നുന്നത് മറ്റേ ആ ചേച്ചിയില്ലേ, ആ ചേച്ചി ഒഴിവാക്കുന്നത് ചേട്ടന് നല്ലതുപോലെ വിഷമിപ്പിക്കുന്നുണ്ട്. സാന്ദ്ര അവളെ നോക്കി പറഞ്ഞു. ആമിക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു. തനിക്ക് വിഷമമാകുമെന്ന് കരുതിയിട്ടാണ് അവൻ തന്നോട് ഒന്നും പറയാത്തതെന്ന് ആമിക്ക് തോന്നി. താനാണല്ലോ അവരുടെ ഇടയിൽ കരടായിട്ട് നിൽക്കുന്നത്. ഫെലിക്സിനാണെങ്കിൽ തന്നെ വിട്ടുകളയാനും വയ്യ, അവളെ മനസ്സിലാക്കാനും കഴിയുന്നില്ല. ചേച്ചി, ആ ചേട്ടൻ്റെ സ്വഭാവം നല്ലതുപോലെ മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ ആ ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചേട്ടനോട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും ആ ചേട്ടൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന്. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയല്ലോ ആ ചേച്ചിക്ക്. സാന്ദ്ര അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ സാന്ദ്ര? നീ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ആ കുട്ടി ചിന്തിക്കുന്നത്. അവളവൻ്റെ കാര്യത്തിൽ ഓവർ പൊസസീവാണ്. അതിൻ്റെ പ്രശ്നം ഇതൊക്കെ, അവൾ സാൻഡ്രയോട് പറഞ്ഞു. എങ്കിൽ പിന്നെ സമയം കളയാതെ ചേച്ചി പോയിട്ട് വാ. നമ്മുടെ നാടല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഈ സമയം നമ്മുടെ നാട്ടിലാണ് നൈറ്റ് വാക്ക് എന്ന് പറഞ്ഞ് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഇറങ്ങിയിരുന്നെങ്കിൽ എന്തൊക്കെ കേൾക്കായിരുന്നു എന്ന് ചേച്ചിക്ക് അറിയാലോ. ഇവിടെ പിന്നെ രാത്രിയും പകല് പോലെയാണ്. അത് മാത്രമോ, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ് വലുത്. മറ്റൊരാൾ എന്ത് ചെയ്യുന്നുവെന്ന് ഇവിടെ ആരും ശ്രദ്ധിക്കാറില്ല. അവൾ ചിരിയോടെ ആമിയോട് പറഞ്ഞതും ആമിയൊന്ന് പുഞ്ചിരിച്ചു. മോൾ എന്നെ കാത്തിരിക്കണ്ട, നാളെ രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ, വരുമ്പോൾ ഞാൻ വിളിക്കാം. അതുവരെ കിടന്നുറങ്ങിക്കോ. ആമി അവളോട് പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ പറഞ്ഞത് പ്രകാരം താഴേക്ക് ചെന്നതാണ് ആമി. അവളെ കാത്തുന്ന പോലെ ഫെലിക്സും അവിടെ നിൽപ്പുണ്ടായിരുന്നു. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അവൻ സംശയത്തോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല ആമി, വാ നമുക്ക് നടക്കാം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ ഒപ്പം നടന്നു. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ്റെ മുഖം കണ്ടപ്പോഴേ ആമയ്ക്ക് അവൻ എന്തൊക്കെയോ വിഷമിപ്പിക്കുന്നത് പോലെ തോന്നിയിരുന്നു. ഫെലിക്സ്, അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷമായി. എന്നും എന്നോട് സംസാരിക്കുന്ന ഫെലിക്സിനെയും നിന്നിലുണ്ടാകുന്ന ചെറിയ മാറ്റത്തെ പോലും എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. നീ എന്നോട് മറച്ചു വയ്ക്കുന്ന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് ഋതുവിനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അവൾ ഞാൻ കാരണമല്ലേ നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് കേട്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആമി, അവൻ ദയനീയമായി അവളെ നോക്കി വിളിച്ചു. ഫെലിക്സ്, ഋതുവിനോട് ഞാനൊന്ന് സംസാരിച്ചാലോ? അവൾ അവനെ നോക്കി ചോദിച്ചു. ആമി, നിനക്കറിയാവുന്നതല്ലേ എൻ്റെ ആദ്യത്തെ പ്രണയത്തെപ്പറ്റി. അവൾ പോയതിനു ശേഷം ഇനിയൊരു പ്രണയം പോലും വേണ്ടാന്ന് തീരുമാനമെടുത്തവനായിരുന്നു ഞാൻ.
ആ പ്രണയം എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞിരുന്നു. എൻ്റെ വിഷമം അത് എനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അന്ന് ഞാൻ തീരുമാനം എടുത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രണയം ഉണ്ടാവില്ല എന്ന്. ആ സമയത്ത് ആ ഋതു ഞാൻ പോലും അറിയാതെ എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. അവൾക്ക് എന്നോട് തോന്നിയ ക്രഷും പിന്നീടുണ്ടായ പ്രണയവുമെല്ലാം അവൾ എന്നോട് തുറന്നു പറഞ്ഞു. അപ്പോഴും എനിക്ക് അവളെ തിരികെ പ്രണയിക്കണമെന്നില്ലായിരുന്നു ആമി. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ എപ്പോഴോ ഏതോ നിമിഷത്തിൽ ഞാനും അവളെ തിരികെ പ്രണയിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ വെറും തമാശ രീതിയിലാണ് ഞാനും അത് തുടങ്ങിയത്. പക്ഷെ അവൾക്ക് എന്നോടുള്ള പ്രണയം കാണുമ്പോൾ അത് വെറും ഒരു തമാശയായിട്ട് തള്ളിക്കളയാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവളേക്കാൾ കൂടുതൽ ആ പ്രണയത്തിൽ ഞാൻ പിന്നീട് സീരിയസ് ആയി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേടാ. നടക്കുന്നതിനിടെ അവളും പറഞ്ഞു, പരിചയപ്പെട്ട നാളെ മുതൽ നിന്റെ കാര്യം ഞാൻ അവളോട് പറയാറുണ്ട്. നാളെ അവൾ എൻ്റെ ലൈഫിലേക്ക് വന്നാലും നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ അതൊക്കെ അവളോട് പറയുന്നത്. എന്തിനേറെ പറയുന്നു, നിന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ പോലും നിന്റെ വീട്ടിലേക്ക് നിന്നെ കാണാൻ വരുന്നത് പോലും ഞാൻ ഓപ്പണായിട്ട് അവളോട് പറയുന്നത്. എന്നിട്ട് പോലും അവൾക്കെന്നെ വിശ്വാസമില്ലാന്ന് ഓർക്കുമ്പോൾ വല്ലാതെ മനസ്സ് വേദനിക്കുന്നുണ്ട് ആമി. അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ പറയുന്നത് കേട്ടതും എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇത്രയേറെ അവൻ ഋതുവിനെ പ്രണയിച്ചിരുന്നോ എന്ന് പോലും ആമിക്ക് തോന്നി.